ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ശ്രീകല. നമ്മുടെ CSEB പരീക്ഷയുടെ എക്സാം പാറ്റേൺ കാര്യമായിട്ട് മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് അല്ലെ. അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷ് എങ്ങനെ പഠിക്കണം, എന്തെല്ലാം മാറ്റങ്ങളാണ് ഇംഗ്ലീഷിൽ വന്നിരിക്കുന്നത്, അതെങ്ങനെ കോപ്പപ്പ് ചെയ്യാം, ഇങ്ങനെയുള്ള ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്. നമുക്കതെല്ലാം ഒന്ന് നോക്കാം. അപ്പോൾ ഇംഗ്ലീഷ് ഇതുവരെ ചോദിച്ചിരിക്കുന്നത് 20 ക്വസ്റ്റ്യൻ ആണ്. 10 മാർക്കിന് 20 ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യന് അര മാർക്ക്. അങ്ങനെയായിരുന്നു നമ്മളുടെ ഇതുവരെ കഴിഞ്ഞ എല്ലാ എക്സാമിന്റെയും ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. പക്ഷെ ഇപ്രാവശ്യം വന്നിരിക്കുന്ന മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ച് 10 മാർക്ക് 10 ക്വസ്റ്റ്യൻ, അതായത് ഒരു ക്വസ്റ്റ്യന് 1 മാർക്ക്. ശരിക്കും പറഞ്ഞാൽ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സന്തോഷമാണ് പലരും എക്സ്പ്രസ് ചെയ്യുന്നത്. എന്നാൽ ഇതിനകത്ത് ചെറിയൊരു ട്രാപ്പ് ഉണ്ട് എന്നുള്ളത് പലരും അറിയുന്നില്ല. അതായത് 10 ക്വസ്റ്റ്യനിലേക്ക് കുറഞ്ഞില്ലേ എന്നാണ് പലരും ചിന്തിക്കുന്നത്. പക്ഷെ എനിക്കിവിടെ നിങ്ങൾക്ക് മുന്നിൽ പറയാനുള്ളത് 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, 10 മാർക്കിലേക്ക് ഒതുങ്ങി ടോപ്പിക്സ് ഒന്നും കുറഞ്ഞിട്ടില്ല. അതായത് ഇതുവരെ നിങ്ങൾ എന്തെല്ലാം ടോപ്പിക്കുകൾ പഠിച്ചിരുന്നോ, CSEBക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു 22-23 ടോപ്പിക്ക് ഷുവർ ഷോർട്ട് ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ ടോപ്പിക്കുകളെല്ലാം തന്നെ നിങ്ങൾ ഈ 10 മാർക്കിന് പഠിക്കണം. ഓക്കെ, ഇനി ഇതുവരെ കഴിഞ്ഞ പരീക്ഷയുടെ വലിയൊരു ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ക്വസ്റ്റ്യൻസും റെക്കറിംഗ് ആയിട്ട് വരാറുണ്ട്. അതായത് ഇപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് ചോദിക്കുകയാണെങ്കിൽ ഒരു 4 ക്വസ്റ്റ്യൻ വരും, ടെൻസ് ആണെങ്കിൽ ഒരു 4 ക്വസ്റ്റ്യൻ വരും, അത് തന്നെ സിമ്പിൾ പ്രസന്റ് തന്നെ 2 ക്വസ്റ്റ്യനിലധികം വരാറുണ്ട്. അപ്പോൾ ചില ഭാഗങ്ങൾ നമ്മൾ അങ്ങനെ പഠിച്ചാൽ നമുക്ക് അവിടെ മാർക്ക് കൂടുതൽ കിട്ടാനുള്ള സാധ്യത വരാറുണ്ട്. പഠിച്ചില്ലെങ്കിൽ, ആ ഒരു ടോപ്പിക് പഠിച്ചില്ല എങ്കിൽ ആ എൻറ്റയർ മാർക്ക് നമുക്ക് നഷ്ടപ്പെടാറുമുണ്ട്. പക്ഷെ നഷ്ടപ്പെടുമ്പോഴും അര മാർക്ക് വെച്ചാണ് അവിടെ പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇവിടേക്ക് വരുമ്പോൾ ഇനിയുള്ള പാറ്റേണിൽ നമുക്ക് ഒരു കാര്യം ഓർപ്പിക്കാം, ഈ ഒരു റെക്കറിംഗ് ടോപ്പിക്സ് വളരെ കുറവായിരിക്കും, അല്ലെങ്കിൽ ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം. അന്ന് 20 ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടതായിട്ടുള്ളത് കൊണ്ട് തന്നെ റെക്കറിംഗ് ടോപ്പിക്സ് ഉണ്ട് എങ്കിൽ ഇപ്പുറത്ത് വരുമ്പോൾ ഈ ഒരു 10 മാർക്കിൽ തീർച്ചയായിട്ടും റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരേ ടോപ്പിക്കിൽ നിന്നുള്ള മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല. അത് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, CSEB പരീക്ഷയിൽ നമുക്കറിയാം ഗ്രാമർ ഉണ്ട്, നോൺ ഗ്രാമർ ഉണ്ട്. ഇനി അങ്ങോട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 6 മാർക്ക് 4 മാർക്ക് 6-4 അല്ലെങ്കിൽ 5-5 ഈ ഒരു റേഞ്ചിൽ തന്നെ നമുക്ക് റേഷ്യോ പ്രതീക്ഷിക്കാം. അതായത് 6 മാർക്ക് ഗ്രാമർ, 4 മാർക്ക് വൊക്കാബുലറി, അല്ലെങ്കിൽ തിരിച്ച് 4 മാർക്ക് വൊക്കാബുലറി, 6 മാർക്ക് ഗ്രാമർ. അതല്ല എങ്കിൽ 5 മാർക്ക് ഗ്രാമർ, 5 മാർക്ക് വൊക്കാബുലറി. ഈ ഒരു റേഷ്യോയിലായിരിക്കും ഇനി നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കേണ്ടത്. കാരണം ഈ ഒരു എക്സാം ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഈ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ മാറുക എന്ന് പറയുമ്പോൾ ഓരോ സബ്ജക്റ്റിന്റെ മാർക്കിനോടൊപ്പം തന്നെ അതത് സബ്ജക്റ്റിലുള്ള ടോപ്പിക്കിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിലും വ്യത്യാസം വരാം. കാരണം ഇപ്പൊ PSC പരീക്ഷകൾ എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്കറിയാം കൃത്യമായി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പറയുന്നുണ്ട്. ഗ്രാമറിന് ഇത്ര ഭാഗം ഇത്ര മാർക്ക്, നോൺ ഗ്രാമറിന് ഇത്ര മാർക്ക് എന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഡിസ്ട്രിബ്യൂഷൻ നമുക്കിവിടെ CSEBക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. 2 പോസിബിലിറ്റി ആണുള്ളത്. ഒന്നിൽ 50-50 അല്ലെങ്കിൽ 6:4. 6 മാർക്ക് ഗ്രാമർ, 4 മാർക്ക് വൊക്കാബുലറി, അല്ലെങ്കിൽ തിരിച്ച്. ഇതിൽ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ എന്തെല്ലാം പഠിക്കണം അല്ലേ? കഴിഞ്ഞ ഒരു 20 മാർക്കിനേക്കാളും കുറച്ചും കൂടി സീരിയസ് ആയിട്ട് നമ്മൾ ഇനി വരുന്ന ഇംഗ്ലീഷിനെ പഠിച്ചേ പറ്റുള്ളൂ. കാരണം ഈ ഒരു 5 ഗ്രാമർ മാർക്കിന് വേണ്ടി നിങ്ങൾക്ക് പഠിക്കേണ്ടത് 20 ടോപ്പിക്കിനടുത്തുണ്ട് അല്ലേ. ഇതൊന്നും തന്നെ നമുക്ക് കളയാൻ പറ്റില്ല. കാരണം എന്ത് വേണമെങ്കിലും ചോദിക്കാം. കഴിഞ്ഞ പ്രാവശ്യത്തെ പരീക്ഷ അതിന് ഏറ്റവും വലിയൊരു തെളിവാണ്. നമുക്കറിയാം നമ്മൾ ഈ പറയുന്ന ടെൻസും ക്വസ്റ്റ്യൻ ടാഗും ഒക്കെ പഠിച്ചുകൊണ്ട് പോയിട്ടും കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ടോപ്പിക് എന്ന് പറയുന്നത് ജെറണ്ടിൽ നിന്ന് ചോദിച്ചിരുന്നു, അല്ലെങ്കിൽ ബെയർ ഇൻഫിനിറ്റീവിൽ നിന്ന് ചോദിച്ചിരുന്നു. പിന്നെ കുറച്ചധികം നമ്മളുടെ സാധാരണ ജീവിതത്തിൽ നമ്മൾ സംസാരിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും തെറ്റ് സംസാരിക്കുന്ന പല കാര്യങ്ങളും അവിടെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സംസാരിക്കുന്ന രീതിയിൽ തന്നെ അത് ഉത്തരവും എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വളരെ കോമൺ ക്വസ്റ്റ്യൻസും അവിടെ ചോദിച്ചു വരാം സിലബസിൽ നിന്നും, അല്ലെങ്കിൽ വ്യക്തമായ ഒരു സിലബസ് എന്നുള്ളതിനേക്കാൾ ഉപരി നിങ്ങളുടെ ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി അളക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തേതുപോലെ തന്നെ നമുക്കിവിടെ പ്രതീക്ഷിക്കാവുന്നതാണ്. കൃത്യമായി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5 മാർക്ക് വരെ നമുക്കൊരു ഈസി ക്വസ്റ്റ്യനും, ഒരു 2-3 മാർക്ക് വരെ മോഡറേറ്റ് ക്വസ്റ്റ്യനും, ഒരു 2 മാർക്ക് വരെ ടഫ് ക്വസ്റ്റ്യനും വരാം. ഇതിൽ എന്ത് വേണമെങ്കിലും ചോദിക്കാം, ഗ്രാമറും അല്ലെങ്കിൽ നോൺ ഗ്രാമറും. അപ്പം ഈ മാറ്റങ്ങളും കൂടി വരാൻ പോകുന്ന പരീക്ഷയിൽ നമ്മൾ പ്രതീക്ഷിക്കണം. 10 മാർക്ക് ആയല്ലോ എന്ന് സമാധാനിക്കരുത്. വലിയ വ്യത്യാസമൊന്നുമില്ല. കുറച്ചും കൂടി കോഷ്യസ് ആവേണ്ട കാര്യങ്ങളാണ്. അതായത് റെക്കറിംഗ് ടോപ്പിക്സ് കുറയുന്നു. ഒരു ക്വസ്റ്റ്യന് 1 മാർക്കാണ് അവിടെ നമുക്ക് ഗ്രാബ് ചെയ്യാനുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ടോപ്പിക്കും, ഇപ്പം നമ്മൾ നേരത്തെ ഒരു പരീക്ഷാ പാറ്റേണിൽ ഞാൻ ഇഫ് ക്ലാസ് പഠിച്ചില്ല എന്ന് വിചാരിക്കും, എനിക്ക് അവിടെ നഷ്ടപ്പെടാൻ പോകുന്നത് കൂടിപ്പോയ അര മാർക്കാണ്. പക്ഷെ ഇവിടെ നേരെ ഡബിളായി 1 മാർക്കാണ് എനിക്ക് അവിടെ നഷ്ടപ്പെടാൻ പോകുന്നത്. അപ്പം നമുക്ക് കിട്ടുന്ന മാർക്കിനേക്കാൾ കൂടുതൽ നമ്മൾ നഷ്ടപ്പെടുന്ന മാർക്ക്, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റാതെ നമ്മൾ തെറ്റുന്നത് വഴി നമുക്ക് നഷ്ടപ്പെടുന്ന മാർക്കും കൂടി നമ്മൾ കണക്കിലെടുക്കണം. നെഗറ്റീവ് മാർക്ക് ഇല്ല, സമ്മതിച്ചു. പക്ഷെ എങ്കിൽ പോലും നമുക്കവിടെ നഷ്ടം വരുന്നത് നേരത്തെ അര മാർക്കായിരുന്നെങ്കിൽ ഇവിടെ അരമാർക്കാണ് കിട്ടുമ്പോഴും. അതെ, അവിടെ അരമാർക്ക് കിട്ടുമ്പോൾ 1 മാർക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു ഗുണവും കൂടിയുണ്ട്.
ഇനി ഇംഗ്ലീഷിൽ എന്തെല്ലാം ഭാഗങ്ങൾ പഠിക്കണമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ പഠിച്ചുകൊണ്ടിരുന്ന ഗ്രാമർ പറയുവാണെന്നുണ്ടെങ്കിൽ ആർട്ടിക്കിൾസ്, ഓക്സിലറി വെർബ്, ക്വസ്റ്റ്യൻ ടാഗ്, പ്രപ്പോസിഷൻ, കോൺകോർഡ്, ടെൻസസ്, ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച്, ആക്റ്റീവ് പാസീവ് വോയിസ്, കൺജങ്ഷൻസ്, ജെറൻഡ്, ഇൻഫിനിറ്റീവ്, ഇങ്ങനെയുള്ള എന്താ പറയുക നമ്മളുടെ സ്ഥിരമായിട്ടുള്ള ഗ്രാമർ പോർഷൻസും, അതുപോലെ നോൺ ഗ്രാമറിലേക്ക് വരുമ്പം സിനോണിംസ്, ആന്റണിംസ്, ഫോറിൻ വേർഡ്സ്, ഇഡിയംസ്, ഫ്രേസസ്, ഫ്രേസൽ വെർബ്സ്, അങ്ങനെയുള്ള കളക്റ്റീവ് നൗൺ, സിംഗുലർ, പ്ലൂറൽ, അങ്ങനെയുള്ള എല്ലാ നോൺ ഗ്രാമർ ടോപ്പിക്സും നമ്മൾ കൃത്യമായിട്ട് ഇവിടെ പഠിക്കണം. പഠിക്കുമ്പോൾ ഗ്രാമറും നോൺ ഗ്രാമറും മിക്സ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. കാരണം ഒരെണ്ണം മാത്രമായിട്ട് പഠിച്ചു പോകുമ്പോൾ അവിടെ പലപ്പോഴും നമുക്ക് മാർക്ക് നഷ്ടപ്പെടാറുണ്ട്, ബോറടിക്കാറുണ്ട്. അപ്പോൾ രണ്ടും ഒരുമിച്ച് തന്നെ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിൽ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഈ ഒരു എക്സാം പാറ്റേൺ മാറുമ്പോൾ തീർച്ചയായിട്ടും കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്നും കുറച്ചധികം പേര് സേഫ് സോണിലും കുറച്ചധികം പേര് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള സോണിലേക്ക് മാറും. അപ്പോൾ നമ്മൾ ഏത് സോണിലേക്ക് മാറുന്നു എന്നുള്ളത് നമ്മളുടെ പഠന രീതി അനുസരിച്ചിരിക്കും. മാറിയ പാറ്റേണുമായിട്ടുള്ള ഒരു കംപ്ലീറ്റ് എക്സാം സീരീസുമായിട്ട് അല്ലെങ്കിൽ ഒരു മാരത്തോൺ സെഷനുമായിട്ട് ഞങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഇനി അധികം സമയം നിങ്ങൾക്ക് മുന്നോട്ടില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങുക. നിങ്ങളുടെ സബ്ജക്ട്സും അതുപോലെ തന്നെ കൃത്യമായിട്ട് നിങ്ങളുടെ GK, ഇംഗ്ലീഷ്, മാത്സ് ഭാഗങ്ങളും പഠിച്ചു തുടങ്ങുക. സബ്ജക്റ്റ് എല്ലാവർക്കും ഈസി അല്ലെങ്കിൽ കംഫർട്ടബിൾ ആയിരിക്കും. പക്ഷെ പലപ്പോഴും നിങ്ങൾക്ക് മാർക്ക് നഷ്ടപ്പെടുന്ന ഭാഗങ്ങൾ സബ്ജക്റ്റ് അല്ലാതെ മാത്സും ഇംഗ്ലീഷും GKയും ആയിരിക്കും. ഇത് നന്നായി പഠിക്കുന്നവർ തന്നെയാണ് അവസാനത്തെ റാങ്ക് ഹോൾഡിംഗ് മാർക്കിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ 2 പ്രാവശ്യത്തെ ഫസ്റ്റ് റാങ്ക് ഹോൾഡേഴ്സിൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളിലേക്ക് എത്തിയതാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. ഉഷാറായിട്ട് പഠിക്കുക. എക്സാം പാറ്റേൺ മാറിയത് നല്ലതിനാണെന്ന് വിചാരിക്കുക. നന്നായിട്ട് പഠിച്ച് റാങ്കിലേക്ക് എത്താൻ ശ്രമിക്കുക. അപ്പം എന്ത് ചെയ്യുക? ഉഷാറായിട്ട് തന്നെ പഠിക്കുക. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ CSEB ബാച്ചസ് കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായി വളരെ സക്സസ്ഫുള്ളി മുന്നോട്ട് പോകുന്ന ഒരു ബാച്ചാണ്. അപ്പോൾ നമ്മുടെ CSEB ബാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് എന്ത് ചെയ്യുക? ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. കൃത്യമായിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സസിന് പുറമെ ലൈവ് ക്ലാസ്സസ്, മോക്ക് എക്സാംസ്, മോഡൽ എക്സാംസ്, പേഴ്സണൽ മെന്റർ സപ്പോർട്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് വളരെ എഫക്റ്റീവായിട്ട് തന്നെയാണ് CSEB കോഴ്സ് പ്രോഗ്രാമിലൂടെ ഞങ്ങൾ എത്തിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? ഇങ്ങ് പോന്നോളൂ. CSEB ആണ് സ്വപ്നമെങ്കിൽ നന്നായിട്ട് തന്നെ നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ഓക്കെ, സോ വീണ്ടും നമുക്ക് കാണാം മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു സോ മച്ച്.